ഇവിടെ മണി അടിച്ച് ഗണപതി ബപ്പ മോറിയ പറഞ്ഞിട്ട് വേണം ഗണപതി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്താൻ. ഹലോ, മാത്തറോൺ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ലാസ്റ്റ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ പോയ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഗണപതി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഇതാ അങ്ങോട്ടേക്കുള്ള ഒരു പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ ഇതുപോലുള്ള ചെറിയൊരു വഴി കൂടെ കുത്തനിറക്കിറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയും ചാറ്റൽ മഴയും കോട വന്ന് മൂടലും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പ്രകൃതി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബാക്കിൽ വരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൻകോട്ട് ഇട്ടിട്ട് ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് റെയിൻകോട്ട് ഊരി വെച്ചോ നനഞ്ഞാലും കുഴപ്പമില്ലാന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തി അവസാനം. ഇതാണ് ഗണപതി സ്റ്റാച്ചു. പക്ഷെ നമുക്ക് അവിടെ നിന്നാ കാണാൻ പറ്റുള്ളൂ, ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല. ഇത്രയും റിസ്ക് എടുത്ത് ഗണപതി സ്റ്റാച്ചുവിൻ്റെ താഴെ എത്തിയപ്പോഴാണ് മനസ്സിലായത് സ്റ്റാച്ചു സൈഡ് ഫേസ് ചെയ്ത് മേലെ നിന്നുള്ള വ്യൂ നിന്നാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ വന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു.